ശബരിമലയിൽ നടന്ന എന്താണ്? 3 പോയിന്റുകളിൽ ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. ആദ്യ ദിവസങ്ങളിൽ സത്യസന്ധമായി പറഞ്ഞ ഇതിന്റെ ചർച്ചയ്ക്കൊക്കെ വന്നപ്പോൾ ഞാനൊക്കെ വളരെ മൃദുവായി ഇതൊരു എററാണ്, പാളിച്ച പറ്റിയതാണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും നേതൃത്വത്തോടു കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടു. കാരണം സ്വർണം പൂശിയതല്ല, സ്വർണം പതിച്ചതാണ്. ഈ ഗോൾഡ് ക്ലാഡിംഗ് ഉള്ള സാധനം എടുത്തു മാറ്റി ചെമ്പ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടെ ചില ആൾക്കാരും കൂടെ ഒത്തുകളിച്ച് അതിലെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോ ഒറ്റ ചോദ്യമേ ഇതിലുള്ളൂ, വിജയമല്യ നൽകിയ സ്വർണ്ണപ്പാളികൾ, അതായത് വിജയമല്യ നൽകിയ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല. ഞാൻ ആരുടെയും പേര് എടുക്കുന്നില്ല, കാര്യം ആ ചില പേരുകൾ എടുക്കുമ്പോൾ എന്റെ മനസ്സ് നീറുകയാണ്. പറയുന്നില്ല, ഞാൻ അതുകൊണ്ട് ആരുടെയും പേരെടുക്കുന്നില്ല. പക്ഷേ അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ദേവസ്വം ബോർഡിലെ അന്നത്തെ മീറ്റിംഗിൽ ഇരുന്ന ആ 5 പേരിൽ 5-6 പേരുണ്ടല്ലോ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, അതിൽ 2-3 പേരെങ്കിലും അറിയാതെ ഈ കാര്യം നടക്കില്ല. കാര്യം ചെമ്പെന്ന വ്യാജരേഖ ഉണ്ടാക്കി. ആർക്കുക, ക്രിമിനൽ കേസാണ്. അയ്യപ്പന്റെ ആചാരവും വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വിശ്വാസികൾ എന്ന രീതിയിൽ. പക്ഷേ ക്രിമിനൽ കേസ്, ശ്രീ ലിജു പറഞ്ഞതുപോലെ മോഷണം നടന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും കൂടെ പറയാൻ എനിക്കൊരു അവസരം തരണം. കാര്യം പല CPM-കാരും അനാവശ്യമായിട്ടില്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യും. ദേവസ്വം ബോർഡിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും മികച്ച മന്ത്രിമാരിലൊന്നും ശ്രീ G. സുധാകരനാണ്. അദ്ദേഹമായിട്ട് 100 വിഷയങ്ങൾ ഞാൻ അടികൂടിയിട്ടുണ്ട്. ആള് ക്ലീൻ ആണ്, നാക്ക് ചെമ്പാണ്, പക്ഷെ മനസ്സ് സ്വർണ്ണമാണ് പുള്ളിയുടെ. ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയും അവർ ഒരുപാട് കാര്യം ചെയ്തു. ശബരിമലയുടെ ഏറ്റവും വലിയ ഭക്തൻ, കഴിഞ്ഞ ഒരു 50 വർഷം എടുത്ത ഒരുപക്ഷെ കാവി ധരിക്കാത്ത സന്യാസിയായ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ഒരു RS-കാരനാണ്, BJP നേതാവാണ്. ഇത് രാഷ്ട്രീയമല്ല. ഇത് എല്ലാ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്ന്. പക്ഷേ ആ ദേവസ്വം ബോർഡിലിരുന്ന ആൾക്കാർ ഉണ്ണികൃഷ്ണ പോറ്റിയെ വെച്ച് കമ്മീഷൻ അടിക്കാനും കാശുണ്ടാക്കാനും വേണ്ടി ചെയ്തു. ഈ വേദന എന്താണെന്നും കൂടെ മാധു ഒന്ന് ഓർക്കണം. മാധു അടക്കം ഒന്ന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ഉണ്ടാകുന്നതാണ്. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പവും അതിന്റെ പാളിയും അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും അതിന്റെ തിളക്കവും അതിന്റെ മങ്ങിയ വശവും എന്നൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ശരി 2019 ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ചെല്ലുന്ന ആളുകൾ കണ്ണു നിറയെ ശ്രീകോവിലും കൊണ്ടല്ലേ തിരികെ വരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് ചെമ്പാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത്രയധികം ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഒരു ഈ നട തുറക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ക്യാമറ കൂടെ തിരിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യുക? ആ ശ്രീകോവിലിന്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെയാണ് ക്യാമറ ക്രമീകരിക്കുക. ആ ദൃശ്യങ്ങൾ കാണാത്ത ആരുണ്ട് കേരളത്തിൽ? അത് പൊന്നമ്പലം എന്നല്ലേ പറയുക രാഹുൽ ഈശ്വർ? അതെങ്ങനെയാണ് ചെമ്പമ്പലമാക്കി മാറ്റുക? അല്ല മധു, എന്താ അറിയോ, എനിക്ക് പറയുന്നതിൽ വേദനയുണ്ട്. ആ വേദനയോടാ പറയണം. മോട്ടിച്ചതാണ്. ആ മോട്ടിച്ചതിന് കള്ളത്തരം കള്ളം ഉണ്ടാക്കുന്നതാണ്. അത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി വെച്ച് 2-3 ദിവസം കൂടെ പിടിച്ചു നിൽക്കുമായിരിക്കും. അതിനപ്പുറമൊന്നും ആരും പിടിച്ചു നിൽക്കാൻ പോണില്ലല്ലോ. ഈ 2-3 ദിവസം കൂടി കള്ളം പറയുന്നവരും പുറകെ നിൽക്കുന്നവരും പിടിച്ചു നിൽക്കുമായിരിക്കും. ടെക്നിക്കാലിറ്റി ഒക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതിൽ റോൾ ഉണ്ടെന്ന് പറയാൻ കാരണം 39 ദിവസം കഴിഞ്ഞാണ് ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. ഇയാൾക്ക് അറിഞ്ഞൂടെ ഇത്രയും കാലം അവിടെ നിന്നിട്ട്? ബ്രാഹ്മണനല്ലേ, പോറ്റിയല്ലേ, അവിടെ ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഇയാൾക്ക് അറിഞ്ഞൂടെ? ഇത്രയും കാലം അടുത്ത് നിന്ന് കണ്ടതല്ലേ? അപ്പൊ ഇയാൾക്കും കൂടി അറിയാം. പക്ഷെ ഇയാളല്ല, ഇയാളെ കൊണ്ട് ചെയ്യിച്ച ആൾക്കാരുണ്ടല്ലോ. മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും കാലാളാണ്, വെറും പോണാണ്, അല്ലെങ്കിൽ വെറും ഒരു കാലാൾ പോലെ നിൽക്കുന്ന ഒരാളാണ്. അയാളെ കൊണ്ട് ഇത് എടുപ്പിച്ച വേറെ ആൾക്കാരല്ലേ, അവരല്ലേ ഇത് രേഖ ഉണ്ടാക്കിയത്. അത് ആരാന്ന് എനിക്കറിയില്ല, എല്ലാവരും ഉണ്ടോന്നറിയില്ല, 1-2 പേരെ ഉണ്ടോന്നറിയില്ല. അവരാണ് യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ടത്, അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അത് ആരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരാകാതിരിക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടെ പറയാം മധു, 2019 ഞങ്ങൾ തെരുവിൽ അടികൊള്ളുകയാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്, കോടതി കയറി ഇറങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ 62ഓളം സംഘടനകൾ എങ്ങനെങ്കിലും കാശ് പിരിച്ച് അത്യാവശ്യം വലിയൊരു ഫണ്ട് ഉണ്ടാക്കി സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. 12 സംസ്ഥാനങ്ങളിൽ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശബരിമല പ്രക്ഷോഭം നടന്നു. 6 രാജ്യങ്ങളിൽ നടന്നു. നമ്മളടക്കം അതിനുവേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ നിന്നവനെ അയ്യപ്പന് വെറുതെ വിടില്ല, ഒരൊറ്റ അയ്യപ്പന്മാര് വെറുതെ വിടില്ല. പ്രക്ഷോഭകാലത്ത് പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരിക്കും. രാഹുൽ ഇതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വേർഡിക്റ്റ് വരുന്നത് 2018 സെപ്റ്റംബറിലാണ്.
സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28 ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് 2019 സെപ്റ്റംബറിലാണ്. അല്ലല്ല അപ്പം അതിനൊക്കെ ശേഷമല്ലേ സുപ്രീം കോടതിയിൽ വീണ്ടും പോയത്. അതായത് സുപ്രീം കോടതിയിൽ വീണ്ടും റിവ്യൂ. ഞാൻ പറഞ്ഞത് പ്രക്ഷോഭകാലത്തല്ല എന്നാണ്. പ്രക്ഷോഭകാലത്തല്ല, അതെങ്ങനെയാണ് ശരിയാവുക? അതായത് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ ഞാൻ പറയട്ടെ അതിനിടയിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് 2019. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് പ്രക്ഷോഭമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സഹനങ്ങളുണ്ട്. പക്ഷെ സംഭവം നടക്കുന്നത് അതിന് ശേഷമാണ്. ഒരു സെക്കൻഡ് 2018 സെപ്റ്റംബർ 28 ഞാൻ അതിനുശേഷം 3 മാസത്തോളം എന്റെ ജോലിയിൽ നിന്ന് മാറിയുന്നതാണ്. ആ 3 മാസം EMI ഞാൻ അടച്ചിട്ടില്ല. അതിനുശേഷം സംഭവം ഉണ്ടാവുന്നെന്ന് ഞാൻ പറഞ്ഞത്. ഈ കാലഗണന സംബന്ധിച്ച് നമ്മൾ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. അതിനിടയ്ക്ക് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രക്ഷോഭകാലത്താണോ? പറഞ്ഞോട്ടെ. അല്ല, അതിനുശേഷവും പ്രക്ഷോഭം തീർന്നില്ല. പ്രക്ഷോഭം ഒരു ദിവസം അല്ല. ഞങ്ങളെല്ലാം ഒരു വർഷക്കാലം നീണ്ടു നിന്നോ എന്നേ ചോദിക്കുന്നു. അത് ജൂലൈയിലല്ലേ ഇത് സംഭവിച്ചത്? സെപ്റ്റംബർ 28 തുടങ്ങി തീർന്നതാണോ പ്രക്ഷോഭം? ഇത്രയും കാലം ചെയ്തു. അവസാനം 1 വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി ഇത് സെറ്റിലായിട്ട് പിൻവലിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ സെപ്റ്റംബറിൽ വിധി പ്രൊനൗൺസ് ചെയ്യുന്നു. അടുത്ത വർഷം ജൂലൈയിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ തെരുവിൽ അടികൊണ്ട സമയം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴല്ലാന്ന് പറഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് കേൾക്കാമോ? അതായത് അതിനുശേഷമല്ലേ സുപ്രീം കോടതി പോയത്. ഞങ്ങൾ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് ശരിയാണ്. ഈ പ്രക്ഷോഭം കുറെ കാലം നീണ്ടു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭകാലത്ത് അവിടെ യുവതീ പ്രവേശനം ഉണ്ടാകുന്ന സമയത്തോ ഒന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാഹുൽ ഈശ്വർ 2-3 തവണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാണ് ആ സമയത്തെ കുറിച്ച് അങ്ങനല്ല. ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊള്ളുന്നറിയാമോ? മാധുവിന് പൊള്ളാത്തറിയാമോ? ഞങ്ങളെല്ലാം അയ്യപ്പന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി ബുദ്ധിമുട്ടിയവരാ. അപ്പോ ഈ ദേവസ്വം ബോർഡുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. അയ്യപ്പനെതിരെ സുപ്രീം കോടതി വാദിച്ചു. എന്നിട്ട് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. തീർന്നില്ല. ഈ ജൂലൈയിലും അല്ല, ആ ജൂലൈക്കും വളരെ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞാൽ മതി. എന്റെ ബാബു ഒരു ലൈൻ തീർക്കട്ടെ. അതിനുശേഷം ജൂലൈയിലും അല്ല, ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഈ കോൾഡ് ഫ്രീസറിൽ വെച്ചത്. അപ്പോഴും ആയിട്ടില്ല. സുപ്രീം കോടതി കോൾഡ് ഫ്രീസറിൽ വെക്കാൻ കുറെ സമയം കൂടെ എടുത്തു. അതിനിടയ്ക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജി KK വേണുഗോപാലിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. അതല്ല ഇവിടുത്തെ വിഷയവും. ഞാൻ പറയുന്നത് ശബരിമല പ്രക്ഷോഭം വളരെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു സമയത്തല്ല ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം.